നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളം. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്ര 200 വീടായി, ആകെ 400 വീടുകൾ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ കർണാടക ഗവൺമെന്റ് തന്നതായി അദ്ദേഹം പറഞ്ഞ കണക്ക് 100 വീട്. മുസ്ലിം ലീഗ് ഇവിടെയല്ല മറ്റെവിടെയോ, കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് മറ്റെവിടെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വീട് 100. പിന്നെ എപ്പോഴെങ്കിലും കോൺഗ്രസ് പണിതേക്കാം എന്ന് അദ്ദേഹം കരുതുന്ന വീട് 100. അങ്ങനെ 300 വീട്. 410 സർക്കാർ പണിതത് ഇനി 110 വീട് മാത്രം. എന്തൊരു കണക്കാണ് കണക്ക്. കർണാടക ഗവൺമെന്റ് തന്ന പണം കേരളത്തിലെ ഗവൺമെന്റ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ആ പണം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി തന്ന പണമാണ് എന്ന് കരുതാൻ പറ്റുമോ? ഈ ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ കേരളത്തിന് 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ 10 കോടി രൂപ നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ സർക്കാർ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീടിന്റെ പണം തരാം എന്ന് പറഞ്ഞിരുന്നു. 50 വീടിന്റെ പണമായിട്ടുള്ള 10 കോടി രൂപ മാത്രം തന്നു. അതിലും സന്തോഷം. അത്രയേ പണമുള്ളുവെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിച്ചു. ഇതേതെങ്കിലും പാർട്ടി നൽകുന്ന പണമാണ്, ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ടങ്ങ് പറയിപ്പിക്കുകയാണ്. ഇവിടെ പ്രളയം ഉണ്ടായി. ആന്ധ്ര സർക്കാർ 30 കോടി രൂപയാണ് കേരളത്തിന് നൽകിയത് 2018 പ്രളയത്തിൽ. ആസാം സർക്കാർ 3 കോടി രൂപയാണ് നൽകിയത്. മണിപ്പൂർ സർക്കാർ 2 കോടി രൂപയാണ് നൽകിയത്. ഇത് ഗവൺമെന്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ലേ? കേരളം ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? കേരളം ഇപ്പോ 2019-20 ഒഡീഷയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ 10 കോടി രൂപ നൽകി. ആസാമിൽ 2020-21 ദുരന്തമുണ്ടായപ്പോൾ 2 കോടി നൽകി. ഇപ്പൊ 2023-24 ഹിമാചൽ പ്രദേശിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ 7 കോടി നൽകി. തമിഴ്നാട്ടിൽ 2019 ഗജ്ജ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ അതിന്റെ റിലീഫ് മെറ്റീരിയൽസിന് വേണ്ടി 18,86,616 രൂപ നൽകി. ഇതൊക്കെ സർക്കാരുകൾ ഒരു ദുരന്തമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കാശാണ്. അരി എത്ര എന്ന ചോദ്യത്തിന് പയറ അങ്ങാഴി എന്നാണോ മറുപടി?